ഒരുപാട് സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നത്. കുഞ്ഞുങ്ങളെ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കണം എന്നതിന്റെ വലിയ ഒരു ഉദാഹരണം കൂടിയാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം. അമ്മയുടെ കയ്യിൽ നിന്നും സംഭവിച്ച ചെറിയൊരു അശ്രദ്ധയ്ക്ക് പകരമായി നൽകേണ്ടി വന്നത് 1.5 വയസ്സുള്ള ഈ കുഞ്ഞിന്റെ ജീവനായിരുന്നു. ആ മാതാപിതാക്കൾക്ക് ഈ നഷ്ടം എങ്ങനെ സഹിക്കാനാകും? സൗന്ദര്യ പ്രഭു ദമ്പതികളുടെ മകളായ 1.5 വയസ്സുകാരിക്കാണ് അതിദാരുണമായി മരണപ്പെട്ടത്. അപകടം നടക്കുന്ന ദിവസം അമ്മയും കുഞ്ഞും മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത്. യുവതിയുടെ ഭർത്താവ് ജോലിക്കായി പോയിരുന്നു. വീട്ടുജോലികളെല്ലാം കഴിഞ്ഞു രാവിലെ ഏകദേശം 11 മണിയോടുകൂടി യുവതി കുഞ്ഞിനെ കുളിപ്പിക്കാനായി തുടങ്ങുകയായിരുന്നു. ഇതിനായി ശുചിമുറിയിലേക്ക് പോകുകയും ഹീറ്റർ ഉപയോഗിച്ച് ബക്കറ്റിൽ ചൂടുവെള്ളം തുറന്നിടുകയും ചെയ്തു. എന്നാൽ അതിനിടയിലാണ് കുഞ്ഞിനെ കുളിപ്പിക്കാനുള്ള സോപ്പ് എടുത്തിട്ടില്ല എന്ന് യുവതിക്ക് ഓർമ്മ വരുന്നത്. തുടർന്ന് സോപ്പ് എടുക്കാനായി അകത്തേക്ക് പോവുകയായിരുന്നു. എന്നാൽ ആ സമയം കുഞ്ഞ് ഹാളിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോപ്പ് എടുക്കാനായി അകത്തുപോയി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കുഞ്ഞിന്റെ നിലവിളി കേട്ടാണ് സൗന്ദര്യ ശുചിമുറിയിലെ ഓടിച്ചെല്ലുന്നത്. അവിടെ എത്തിയപ്പോൾ കാണുന്നത് ദയാസകലം പൊള്ളലേറ്റ നിലയിൽ നിലത്ത് വീണ് കിടന്ന് അലറിക്കരയുന്ന കുഞ്ഞിനെയാണ്. ഇത് കണ്ട് സൗന്ദര്യ നിലവിളിച്ചുകൊണ്ട് കുഞ്ഞിനെ എടുത്ത് പുറത്തേക്ക് ഓടുകയായിരുന്നു. തുടർന്ന് സമീപവാസികളുടെ സഹായത്തോടെ ഉടൻ തന്നെ തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. കുഞ്ഞിന് 45% പൊള്ളലേറ്റിട്ടുണ്ടെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. തുടർന്ന് അവിടെ നിന്നും പ്രാഥമിക ചികിത്സ നൽകി കുഞ്ഞിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ അവിടെ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസമാണ് കുഞ്ഞ് മരണത്തിന് കീഴടങ്ങുന്നത്. അമ്മ സോപ്പ് എടുക്കാൻ പോയ സമയത്ത് കുഞ്ഞ് ശുചിമുറിയിലേക്ക് എത്തുകയും ബക്കറ്റിൽ പിടിച്ചതോടുകൂടി ചൂടുവെള്ളം ദേഹത്തേക്ക് മറിഞ്ഞ് വീഴുകയുമായിരുന്നു എന്നാണ് ആ നിഗമനം. ഹാളിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കുഞ്ഞ് ശുചിമുറിയിലേക്ക് പോകുമെന്ന് ഒരിക്കലും ആ അമ്മ കരുതി കാണില്ല. കുഞ്ഞിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിലാണ് ഈ ദാരുണമായ സംഭവം അരങ്ങേറിയത്. കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ രക്ഷിതാക്കൾക്ക് പറ്റുന്ന ചെറിയ വീഴ്ചകളാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾക്ക് കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികൾക്കുള്ള രക്ഷിതാക്കൾ എപ്പോഴും കുഞ്ഞുങ്ങളെ കാര്യത്തിൽ വളരെ ശ്രദ്ധയോടെ തന്നെ ഇരിക്കണം.